ഹായ്, ബീന മാനുവൽ ഫിസിക്സ് ചാനലിന്റെ മറ്റൊരു അധ്യായത്തിലോട്ട് എല്ലാവർക്കും മോസ്റ്റ് വെൽക്കം. നല്ല സുഹൃത്തുക്കൾ നമ്മുടെ സമ്പത്താണ്. ഏത് ആപത്ഘട്ടത്തിലും നമ്മളെ സഹായിക്കാൻ ഒരാളുണ്ട് എങ്കിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കും. സോ എല്ലാവർക്കും നമ്മുടെ സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള സെലക്ഷൻ ആയിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ് റൂമിന്റെ അകത്തോട്ട് മോസ്റ്റ് വെൽക്കം. കഴിഞ്ഞ ക്ലാസിന്റെ അകത്ത് നമ്മുടെ 14ാമത്തെ ചാപ്റ്റർ ഓസിലേഷന്റെ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കേസസുകളാണ്. എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ, അതിന്റെ പ്രത്യേകതകൾ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. അപ്പൊ സിമ്പിൾ ഹാർമോണിക് മോഷനെ കുറിച്ച് പറയുമ്പോൾ പീരിയോഡിക് മോഷൻ ആണ്, ഓസിലേറ്ററി മോഷൻ ആണ്, അതോടൊപ്പം ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ഹാർമോണിക് മോഷന്റെ ഫംഗ്ഷന്റെ ടേംസിലെ റെപ്രസെന്റ് ഗ്രാഫ് ആയാലും മാത്തമാറ്റിക്കൽ സൈനിലെ കോസൈൻ ടേമിലെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. നമ്മൾ അതിന് എക്സാമ്പിൾസും ഒക്കെ പറഞ്ഞു. സിമ്പിൾ പെൻഡുലത്തിന്റെ ഓസിലേഷൻ, സ്പ്രിങ്ങിന്റെ കേസസ്, ലോഡഡ് സ്പ്രിങ്ങിന്റെ കേസസ്, പിന്നെ നമ്മുടെ ഡയമീറ്റർ ഓഫ് ദി സർക്കുലർ മോഷന്റെ കേസസ്, യൂണിഫോം സർക്കുലർ മോഷന്റെ കേസസ്, പ്രൊജക്ഷൻ, നമ്മൾ അത് ഒക്കെ പഠിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ കുറച്ച് നിങ്ങൾ നേരത്തെ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഈ ടേംസുകളൊക്കെ ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് ടേംസുകൾ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴേക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടതാണ് പല ടേംസുകൾ. ആ ടേംസുകളെ ഒന്ന് റെപ്രസെന്റ് ചെയ്യുന്നു മാത്രം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ പറയുന്നത് നമ്മുടെ പീരീഡ്, ടൈം പീരീഡ് എന്താണ്, ടൈം പീരീഡ് എന്താണ് എന്നാണ്. രണ്ടാമത് ഫ്രീക്വൻസി, മൂന്നാമത് ആംഗുലാർ വെലോസിറ്റി അല്ലെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസി. നിങ്ങൾ ഓൾറെഡി ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കേസസിൽ എന്താണ് മെയിൻ ചെയ്യുന്നത്, ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഫേസ്. ഇത്രയും ഈ 6 ടേംസിനെയാണ് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ടൈം പീരീഡ് എന്താണ്? ടൈം പീരീഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്കറിയാം ക്യാപിറ്റൽ ലെറ്റർ ടി കൊണ്ടാണ്. ടൈം ടേക്കൺ ബൈ ദി ഓസിലേറ്റർ ടു വൺ കംപ്ലീറ്റ് ഓസിലേഷൻ. ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ എടുക്കുക, ഒരു കംപ്ലീറ്റ് മോഷൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു ടൈമിനെ ആണ് നമ്മൾ എന്ന് പറയുന്നത് ടൈം ടേക്കൺ. ഒരു പ്രാവശ്യം ഒരു കുട്ടി ഇവിടെ നിന്ന് അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഊഞ്ഞാലാടുകയാണ് എങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്ന് തിരിച്ച് പിന്നെ ഇവിടെ തന്നെ തിരിച്ചെത്താൻ എടുക്കുന്ന ആ ഒരു എത്ര സമയം എടുത്തോ, 1 സെക്കൻഡ് എടുത്തോ, 2 സെക്കൻഡ് എടുത്തോ, 3 സെക്കൻഡ് എടുത്തോ എന്നുള്ള ആ ഒരു ടൈം ടേക്കൺ ആണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഇപ്പൊ റൊട്ടേഷണൽ മോഷന്റെ കേസസിലാണ് എങ്കിൽ ഇവിടെ നിന്ന് ഒരു പാർട്ടിക്കിള് മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ ഇവിടുന്ന് കൗണ്ട് ഡൗൺ തുടങ്ങുന്നു. ഇവിടുന്ന് നമ്മൾ 0 അല്ലെങ്കിൽ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നു, ഫസ്റ്റ് ഓഫ് വാച്ച് വെച്ചിട്ട് അതിന്റെ ടൈമിംഗ് കൗണ്ട് ചെയ്യുന്നു. ഇങ്ങനെ ഈ പാർട്ടികൾ ഇങ്ങനെ കറങ്ങി ഇവിടുന്ന് തിരിച്ച് നമ്മുടെ ഈ പൊസിഷനിൽ എത്തുമ്പോൾ 10 സെക്കൻഡ് ആണ് എടുത്തത് എങ്കിൽ അവിടുത്തെ ടൈം പീരീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 10 സെക്കൻഡ് ആണ്. അപ്പൊ എത്രമാത്രം ടൈമിംഗ് ആണ് ഒരു കംപ്ലീറ്റ് ഓസിലേഷന് എടുക്കുന്നത് എന്ന് ഉള്ളതാണ് എന്ത് എന്ന് പറയുന്നത് ടൈം ടേക്കൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഇക്വേഷൻ ടി, ക്യാപിറ്റൽ ലെറ്റർ ടി കൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ ഇക്വേഷൻ ഇവിടെ ടി ടൈമിംഗ് കൊണ്ട് n നമ്പർ ഓഫ് ഓസിലേഷൻ എടുത്തെങ്കിൽ ഇപ്പൊ ടി ടൈമിംഗ് കൊണ്ട് ടൈം കൊണ്ട് നമ്മൾ n നമ്പർ ഓഫ് ഓസിലേഷൻ, n എന്ന് പറയുന്നത് 2 ആണെങ്കിൽ ടി ഡിവൈഡ് ബൈ n ആണ്. അല്ലെങ്കിൽ ഇവിടെ ടൈം എന്ന് പറയുന്നത് 10 സെക്കൻഡ് ആണ് എങ്കിൽ 10 ഡിവൈഡ് ബൈ 2 പ്രാവശ്യമാണ് 10 സെക്കൻഡ് കൊണ്ട് എങ്കിൽ 10 ഡിവൈഡ് ബൈ 2 എന്നുള്ളതാണ് എന്ത് നമ്മുടെ ടൈമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ടൈം പീരീഡ് ഈസ് എ ടൈം ടേക്കൺ ബൈ ദ ഓസിലേറ്റർ ടു വൺ കംപ്ലീറ്റ് ഓസിലേഷൻ എടുക്കുന്ന ടൈമിങ്ങിനെയാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ടി ടൈമിംഗ് കൊണ്ട് n ഓസിലേഷൻ എടുത്തെങ്കിൽ ടൈം പീരീഡിന്റെ ഇക്വേഷൻ ക്യാപിറ്റൽ ലെറ്റർ ടി ഈസ് ഈക്വൽ ടു ടി ഡിവൈഡ് ബൈ n ആണ്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡിലാണ്. നമുക്കറിയാം ടൈമിന്റെ SI യൂണിറ്റ് നമ്മൾ സെക്കൻഡിലാണ് മെഷർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. അപ്പൊ ടൈം പീരീഡ് ക്യാപിറ്റൽ ലെറ്റർ ടി കൊണ്ടാണ് അത്. ഇനി ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ സെക്കൻഡ് ഈസ് കോൾഡ്. നമ്പർ ഓഫ് ഓസിലേഷൻസ് ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം ഓസിലേറ്റ് ചെയ്ത്, അതാണ് ടൈം പീരീഡ് ഇതും തമ്മിലുള്ള വ്യത്യാസം.
നമ്പർ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു എക്സാമ്പിൾ ഏതോ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു. എന്താണ് ജോസിന് 1 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് 1 മിനിറ്റിൽ നമ്മളൊരു മത്സരം നടത്തുകയാണ്. എത്ര ആപ്പിൾ പലർക്കും കഴിക്കാൻ പറ്റും? അപ്പൊ നമ്മൾ രണ്ടുപേരെ കമ്പയർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ജോസിന് ഒരു 2 മിനിറ്റ് കൊണ്ട് 10 ആപ്പിള് കഴിക്കാൻ പറ്റി. അതേസമയം സുമയ്ക്ക് 2 ആപ്പിളേ കഴിക്കാൻ പറ്റിയുള്ളൂ. അപ്പൊ രണ്ടുപേർക്കും കൊടുത്ത സമയം എത്രയാണ്? 2 സെക്കൻഡാണ് കൊടുത്തതെന്ന് വിചാരിക്കുക. ഈ 2 സെക്കൻഡ് കൊണ്ട് കൂടുതൽ ആപ്പിൾ കഴിച്ച 10 ആപ്പിൾ കഴിച്ചത് ജോസ് ആണ് എങ്കിൽ അവിടുത്തെ ഫ്രീക്വൻസി അല്ല ജോസിന്റെ ഫ്രീക്വൻസിയാണ് കൂടുതൽ. അവിടെ നടന്ന ആക്ഷൻസ് ആ ഒരു 2 സെക്കൻഡ് കൊണ്ട് അവിടെ കൂടുതൽ ആപ്പിൾ കഴിച്ചത് ജോസ് ആണ്. അപ്പൊ അതുകൊണ്ട് ജോസിന്റെ ആണ് എന്ത് കൂടുതലുണ്ടെന്ന് പറയാൻ പറ്റുന്നേ? ഫ്രീക്വൻസി കൂടുതലുണ്ട്. അപ്പൊ ആ വിത്തിൻ ടൈമിനുള്ളിൽ എത്രമാത്രം ആക്ഷൻസ് നമുക്ക് നടന്നു എന്നുള്ളതാണ് ഫ്രീക്വൻസിക്കകത്ത് നോക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ഇത്ര സമയം കൊണ്ട് 10 സെക്കൻഡ് കൊണ്ട് എത്ര പ്രാവശ്യം ആ ഓസിലേഷൻ കംപ്ലീറ്റ്, എത്ര പ്രാവശ്യം 10 സെക്കൻഡ് നമ്മൾ ഇവിടെ എടുക്കുന്നു. ഈ 10 സെക്കൻഡ് കൊണ്ട് എത്ര പ്രാവശ്യം ഈ പാർട്ടിക്കിൾ, 1 പ്രാവശ്യമാണോ 2 പ്രാവശ്യമാണോ 3 പ്രാവശ്യമാണോ 4 പ്രാവശ്യമാണോ ഈ പാർട്ടിക്കിള് ഇവിടെ ഇതിലെ ട്രാവൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ഈ പൊസിഷനിൽ എത്തി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് എത്ര പ്രാവശ്യമാണെന്നാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ ഫ്രീക്വൻസി ഈസ് ദി നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ സെക്കൻഡ് ആണ്. അപ്പം അതിനെ നമ്മൾ ഇക്വേഷൻ ഫ്രീക്വൻസി എഫ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ന്യൂ ഈസ് ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞ് ന്യൂ ചിലപ്പോൾ ചിലർ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഫ്രീക്വൻസി എഫ് ഈസ് ഈക്വൽ ടു 1/t. ഇക്വേഷൻ എന്ന് പറയുന്നത് 1/t ആണ്. ഫ്രീക്വൻസി എഫ് ഈസ് ഈക്വൽ ടു 1/t. ഇതിന്റെ നേരെ ടിക്ക് നേരെ ഇൻവേഴ്സ് എടുക്കണം. ടിയുടെ നേരെ ഇൻവേഴ്സ് എടുക്കുന്നതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. therefore ഇവിടെ t ഡിവൈഡ് ബൈ n ആണെങ്കിൽ ഇതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് n ഡിവൈഡ് ബൈ t ആയിരിക്കും. ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ n ഡിവൈഡ് ബൈ t ആണ്. അപ്പൊ ഇവിടെ സെക്കൻഡ് ആണ് അതിന്റെ യൂണിറ്റ് എങ്കിൽ അതിന്റെ ഇൻവേഴ്സ് വരുമ്പോൾ എന്ത് വരും? (10⁻⁻1 വരും. അപ്പൊ അതിനെ നമ്മൾ (10⁻⁻1) എന്നല്ല സാധാരണ പറയുന്നത്, ഹെഡ്സിലാണ് ഫ്രീക്വൻസി മെഷർ ചെയ്യുന്നത്. ഹെഡ്സ് ആണ് ഫ്രീക്വൻസി. അപ്പൊ നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ സെക്കൻഡ് ഈസ് കോൾഡ് ഫ്രീക്വൻസി. ടൈം ടേക്കൺ വൺ ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെ ടൈം പീരീഡ്. നമ്പർ ഓഫ് ഓസിലേഷൻസ് നമ്പറിനാണ് ഇവിടെ ഇമ്പോർട്ടന്റ്, ഇവിടെ ടൈമിനാണ് ഇമ്പോർട്ടന്റ്. ദെൻ ആംഗുലാർ വെലോസിറ്റി അല്ലെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഒമേഗയാണ്. ഒമേഗ എന്ന് പറയുന്ന ലെറ്ററിലാണ് എന്തെന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റി. നമുക്കറിയാം വെലോസിറ്റിനെ ആംഗുലാർ ടേമിലോട്ട് നമ്മൾ 7ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. എല്ലാം ആംഗുലാർ മൊമെന്റം ആവുന്ന ഏത് കേസിലാണ്? റൊട്ടേഷണൽ മോഷന്റെ കേസിലാണ്. വെലോസിറ്റി ആംഗുലാർ വെലോസിറ്റി ആവുന്നത് റൊട്ടേഷണൽ മോഷന്റെ കേസസ് ആണ്. അപ്പം ഇവിടെ ഇത് കേസ് ഓഫ് എ റൊട്ടേഷണൽ മോഷന്റെ കേസസ് ആണ്. ഇതുപോലെ ഒരു റൊട്ടേഷണൽ മോഷന്റെ കേസസ് ആണെങ്കിൽ ആ കേസസിലാണ് എന്ത് പറയുന്നത്? ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മുടെ ഒരു റിലേഷൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുണ്ട്. റിലേഷൻ നമ്മൾ ഓർത്തിരിക്കണം. നമ്മൾ കഴിഞ്ഞ റൊട്ടേഷണൽ മോഷന്റെ ചാപ്റ്ററിലും അതിനു മുമ്പ് എനിക്ക് ഐ തിങ്ക് സർക്കുലർ മോഷന്റെ കേസസ് ഒക്കെ പഠിപ്പിച്ചപ്പോഴും നമ്മൾ പറഞ്ഞു ഒമേഗ ഈസ് ഈക്വൽ ടു ആംഗിൾ തീറ്റ ഡിവൈഡ് ബൈ ടൈം പീരീഡ് ടി ആണ്. ഒമേഗ എന്ന് പറയുന്ന ആംഗുലാർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആംഗിൾ തീറ്റ. ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. എത്രമാത്രം ഡിസ്പ്ലേസ്മെന്റ് ഒരു പാർട്ടിക്കിൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്ന് ഈ എത്രമാത്രം ഇങ്ങോട്ട് മൂവ് ചെയ്ത്, ദാറ്റ് ഈസ് ആംഗിൾ ഓഫ് തീറ്റ. ഈ ആംഗിൾ ഡിവൈഡ് ബൈ ടൈം പീരീഡ് ആണ് എന്തെന്ന് പറയുന്നത്? ആംഗുലാർ വെലോസിറ്റി അല്ലെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാണെന്ന് വിചാരിക്കുക. ഒരു ഒറ്റ പ്രാവശ്യം നമ്മൾ ഒരു ടൈം പീരീഡ് നമ്മൾ എടുക്കുന്നു. അപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് എങ്കിൽ ഈ ആംഗിൾ എത്രയാണ്? ഇതിന്റെ ഹാഫ്, ഒരു സർക്കിളിന്റെ ഹാഫ് എന്ന് പറയുന്നത് 180 ആണ്. കംപ്ലീറ്റ് എന്ന് പറയുന്നത് 360 ആണ്. ഇതിനെ 180നെ നമ്മൾ പൈ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 2π അപ്പൊ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 2π എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് അവിടെ അങ്ങനെയാണ് നമ്മൾ കൺസിഡറേഷൻ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 2π ഡിവൈഡ് ബൈ എന്തെന്ന് എഴുതാം? ടി എന്ന് എഴുതാം. 2π ഡിവൈഡ് ബൈ ടി എന്ന് എഴുതാം. ഇനി 1/t എന്ന് പറയുന്നത് എന്താണ്? 1/t എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്. 1/t ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസിയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇക്വേഷനെ ഒമേഗ ഈസ് ഈക്വൽ ടു 2πf എന്നെടുക്കാൻ 2πf എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഒമേഗ ഈസ് ഈക്വൽ ടു 2πf എന്ന് നമുക്ക് എഴുതാനായിട്ടും അത് പല പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഓർത്തിരിക്കാം. അപ്പൊ ദാറ്റ് ഈസ് ആംഗുലാർ വെലോസിറ്റി. അഗൈൻ ആംപ്ലിറ്റ്യൂഡ്
നെക്സ്റ്റ് ആണ് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാക്സിമം ഹൈറ്റിന്റെ കേസസ് ആണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എ ആണ്. ഇനി ഇതിന്റെ അകത്ത് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കേസസിൽ നമ്മൾ പറഞ്ഞു ടു ആൻഡ് ഫ്രോ മോഷൻ ആണ് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കേസസ് എന്ന് പറയുന്നത്. ടു ആൻഡ് ഫ്രോ മോഷൻ ആണ്, ബാക്ക് ആൻഡ് ഫോർത്ത് മോഷൻ ആണ്. ഒന്ന് മുന്നിലോട്ട് പോയി പിന്നെ അത് എന്താണ് മെയിൻ പൊസിഷനിൽ നിന്ന് പുറകോട്ട് പോയി. അപ്പൊ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാല് ഇതാണ് നമ്മുടെ മെയിൻ പൊസിഷൻ എങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ മാക്സിമം എന്തേരം പോകുന്നു, ഏറ്റവും ദൂരത്തോട്ട് നമ്മൾ പോകുന്ന കേസുണ്ട്. ഏറ്റവും ദൂരെ എത്ര ദൂരം പോകുന്നു മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, അതാണ് മാക്സിമം ദൂരം ട്രാവൽ ചെയ്യുന്ന ആ ഒരു കേസസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. അപ്പൊ ഈ മെയിൻ പൊസിഷനിൽ നിന്ന് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിന്റെ അകത്ത് പറഞ്ഞു ആംപ്ലിറ്റ്യൂഡ് നമ്മൾ മെഷർ ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, മെയിൻ പൊസിഷനെ കൺസിഡർ ചെയ്തിട്ടാണ്. അപ്പൊ മെയിൻ പൊസിഷനിൽ നിന്ന് എത്രമാത്രം ദൂരത്തോട്ട് പോയി, മാക്സിമം എത്രമാത്രം ദൂരത്തോട്ട് പോയി, അതാണ് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കേസസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എത്രമാത്രം ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചു എന്നുള്ളത്. അപ്പൊ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഈസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എ ആണ്. അപ്പൊ മാക്സിമം എവിടെ നിന്നാണ് കൺസിഡറേഷൻ എടുക്കുന്നത്, ഇവിടെ നിന്നല്ല, ഇങ്ങനെ അറ്റത്ത് തുടങ്ങിയല്ല, എന്താണ് മെയിൻ പൊസിഷൻ ആണ് എന്ന് ഓർത്തിരിക്കുക. മെയിൻ പൊസിഷനിൽ നിന്ന് മാക്സിമം എത്രമാത്രം ദൂരം പോയെന്നുള്ളതാണ് ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഈ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ് എന്നും കൂടി ഓർത്തിരിക്കുക. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. നെക്സ്റ്റ് ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു ചേഞ്ച് ഓഫ് എനി ഫിസിക്കൽ പ്രോപ്പർട്ടി വിത്ത് ചേഞ്ച് ഓഫ് എനി ഫിസിക്കൽ പ്രോപ്പർട്ടി. ഏത് ഫിസിക്കൽ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യുന്ന ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്ന ഏതൊരു അല്ലെങ്കിൽ കൺസിഡറേഷനിൽ എടുക്കുന്ന ഏതൊരു ചേഞ്ച് ചെയ്യുന്ന ഏതൊരു പ്രോപ്പർട്ടിനെ നമുക്ക് എന്തിന്റെ ടൈമിലോട്ട് കൊണ്ടുവരാൻ പറ്റും, ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇപ്പൊ സ്പ്രിങ്ങിന്റെ കേസസിലാണ് എങ്കിൽ സ്പ്രിങ് ഇങ്ങനെ നമ്മൾ വെയിറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ നിന്നിരുന്ന സ്പ്രിങ് ഇവിടുന്ന് താന്ന് എന്താണ് വെയിറ്റ് ചെയ്യുന്ന കഴിയുമ്പോൾ ഇങ്ങനെ താഴത്തോട്ട് ചെന്ന് അപ്പൊ ഇവിടുന്ന് എത്രമാത്രം ദൂരം ഇങ്ങോട്ട് താഴത്തോട്ട് മൂവ് ചെയ്തു, അതാണ് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. സിമ്പിൾ ഹാർമോണിക് അല്ലെങ്കിൽ സിമ്പിൾ പെൻഡുലത്തിന്റെ കേസസ് ആണ് എങ്കിൽ ഈ മെയിൻ പൊസിഷനിൽ നിന്ന് എത്രമാത്രം ഇത്രയും ദൂരമാണ്, ഒരു പകുതി ദൂരമാണ്, കുറച്ച് ദൂരമാണ് ഈ ബോബ്. മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഇവിടം വരെ പോകുന്നുണ്ട്, പക്ഷെ നമ്മൾ കിടക്കുന്ന കൺസിഡറേഷൻ ഇവിടം വരെ ഉള്ള എങ്കിൽ ആ ഒരു കൺസിഡറേഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ മാക്സിമം ദൂരം പോകുകയാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡും ഡിസ്പ്ലേസ്മെന്റും എന്തായിരിക്കും, ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റിന് തന്നെയായിരിക്കും. അല്ലാത്ത കേസസിൽ എത്രമാത്രം ദൂരം, കുറച്ച് ദൂരം പോയുള്ള എങ്കിൽ എന്താണ്, കുറച്ച് ദൂരത്തിന്റെ കേസസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഈ ഇവിടം വരെയുള്ള ദൂരമായിരിക്കും. അതേസമയം ഇവിടം വരെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഇത് കുറച്ചും കൂടെ ദൂരം ട്രാവൽ ചെയ്യും. അപ്പം ആ ഒരു കേസസ് ആണ് എന്താന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റിന്റെ കേസസ്. അപ്പം ഒരു പർട്ടിക്കുലർ കണ്ടീഷനാണ് മാക്സിമത്തിന്റെ കേസസിൽ ആംപ്ലിറ്റ്യൂഡും ഡിസ്പ്ലേസ്മെന്റും എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കേസസിൽ ഈക്വൽ ആണ്. നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നതാണ്. ഫേസ് നമ്മള് ഓക്കെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇവിടെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ സൈൻ അല്ലെങ്കിൽ കൊസൈൻ ടേംസിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ നമുക്ക് എക്സ് ഓഫ് ടി ഫംഗ്ഷനെ നമുക്ക് വൈ ആക്സിസിലാണ് എങ്കിൽ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും, സൈൻ ഒമേഗ ടി എന്നും എക്സ് ആക്സിസിലാണ് എങ്കിൽ എ കോസ് ഒമേഗ ടി എന്നും നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ ഇനിഷ്യൽ കണ്ടീഷനിൽ ഈ ഒബ്ജക്റ്റ് ഇവിടെയാണ് നിൽക്കുന്നത് എന്ന് കൺസിഡർ ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണ് എങ്കിലാണ് എ സൈൻ ഒമേഗ ടി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, എ സൈൻ ഒമേഗ ടി അല്ലെങ്കിൽ എ കോസ് ഒമേഗ ടി. ഇനി ഇവിടെ നിന്ന് മാറി ആംഗിൾ ഇവിടെ നിന്ന് ഇനിഷ്യൽ കണ്ടീഷനാണ് ഈ ഒബ്ജക്റ്റ് ഇവിടെ നിന്ന് മൂവ് ചെയ്ത് ഓസിലേഷന്റെ കേസസിൽ മൂവ് ചെയ്ത് ഇവിടം വരെ എത്തി ഒരു ആംഗിൾ പൈ കേസസും കൂടെ വേരിയേഷൻ വന്നുവെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതും, ആംഗിൾ ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് എഴുതും. ആംഗിൾ ഒമേഗ ടി പ്ലസ് ഫൈ എന്നാകും. അതുപോലെ തന്നെ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ എന്നാകും നമ്മുടെ ഇക്വേഷൻ. അപ്പൊ എന്താണ് ഹാർമോണിക് ഫംഗ്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് റെപ്രസെന്റ് ചെയ്യാം, സൈനിന്റെയും കോസിന്റെയും ടേമിൽ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇവിടുത്തെ ഈ ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് പറയുന്നത് എന്താണ്, ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ ആംഗിൾ ആണ്. ടോട്ടൽ ആംഗിൾ എത്രമാത്രം
ഇനിഷ്യൽ കണ്ടീഷനിൽ ഒമേഗ ടി ആംഗിൾ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എത്രമാത്രം ദൂരം ട്രാവൽ ചെയ്തു, ദാറ്റ് ഈസ് ഫൈവ് കൂടെ കൂടുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താകും? ഒമേഗ ടി പ്ലസ് ഫൈവ് എന്നാകും, അല്ലെങ്കിൽ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്നാകും, അല്ലെങ്കിൽ എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്നാകും. അപ്പൊ ഈ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് പറയുന്ന ഈ ടേമിനെ, അല്ലെങ്കിൽ ഈ ആംഗിളിന്റെ ടേമിനെ നമ്മൾ ഇവിടെ പറയുന്ന പേരെന്താണ്? ഫേസ് എന്നാണ്. ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് പറയുന്ന ടേമിനെ നമ്മൾ എന്ത് പറയും? ഫേസ് എന്ന് പറയും. അപ്പൊ ഇത്രയാണ് ഒരു 6 ടേംസുകള്. ടൈം പീരീഡ് എന്താണ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ടൈം പീരീഡ് എന്താണ്? അപ്പൊ ഇതിന്റെ സെക്കൻഡ് ആണ്, ഇതിന്റെ യൂണിറ്റ് ഹെർട്സ് ആണ്. ഇത് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണെന്ന് ഓർത്തിരിക്കാം. പിന്നെ ഫേസ് എന്ന് പറയുന്നത് ടോട്ടൽ ആംഗിൾ ആണ്. ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ എക്സ് ഓഫ് ടി വൈ ഇസ് ഇക്വൽ ടു എ സൈൻ ഒമേഗ ടി, എക്സ് ഇസ് ഇക്വൽ ടു എ കോസ് ഒമേഗ ടി എന്നുള്ളതാണ്. ഇനിഷ്യൽ കണ്ടീഷനിൽ മാത്രമാണ് എടുക്കുന്നത് എങ്കിൽ. പിന്നെ ആംഗുലർ വെലോസിറ്റിയുടെ കേസസിൽ ഒമേഗയാണ് നമ്മുടെ ഇത്. അതിനെ നമുക്ക് 2πf എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു കേസസുകളെല്ലാം ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ക്ലാസ്സിനകത്ത് നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ വെലോസിറ്റിയും സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ആക്സലറേഷനുമാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ടേംസുകളെല്ലാം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.